കണ്ണുനീരുണങ്ങാത്ത ഗസ, മുറിവുണങ്ങാത്ത ഫലസ്തീൻ, കുഞ്ഞുമക്കളുടെ തേങ്ങലുകൾ, സെക്കൻഡുകൾ പോലും നിലയ്ക്കാത്ത മണ്ണ്. ഗസ മനുഷ്യത്വം നിലയ്ക്കാത്ത മനുഷ്യ മനസ്സുകളിൽ നീയൊരു നീറുന്ന മുറിവാണ്. മാനുഷിക മൂല്യങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി സയനിസ്റ്റ് കൂട്ടങ്ങൾ ക്രൂരമായി വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മണ്ണ്. മാതാവിൻ്റെ താരാട്ട് കേട്ടുറങ്ങേണ്ട പിഞ്ചുമക്കൾ സയനിസ്റ്റുകളുടെ ബോംബുകളും മിസൈലുകളും പതിക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന ഫലസ്തീൻ. പിറന്നു വീണ മണ്ണിൽ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ ഗസയിലെ തെരുവുകളിലെ ഖബറിടങ്ങളിലേക്ക് കഫം പുടവ അണിയിച്ചു കൊണ്ടുപോയി മറവു ചെയ്ത എത്ര കുഞ്ഞുങ്ങൾ. വയറു നിറയെ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അലഞ്ഞു നടക്കുന്ന എത്ര പേർ. ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കുന്ന കപ്പലുകളും ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പോലും ആക്രമിച്ചുകൊണ്ട് ഫലസ്തീനികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ നരാധരന്മാർ. സയനിസ്റ്റുകളെ ഒന്നോർത്തു വയ്ക്കുക, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. തീർച്ചയായും അന്തിമ വിജയം ഫലസ്തീനിന് തന്നെയായിരിക്കും. അഹങ്കാരത്തിന്റെ മനക്കോട്ട കെട്ടി എല്ലാ കാലവും അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് ഈ മണ്ണിൽ വിലസി നടക്കാമെന്നാണോ നെതന്യാഹുവും ട്രംപും കരുതിയതെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്തി അക്രമം നടത്തി സ്വയം ദൈവമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിർഔൻ എവിടെ പോയി? ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഹാറൂനും നംറൂദും അബൂജഹലും മുസോളിനിയും അഡോൾഫ് ഹിറ്റ്ലറും എവിടെ പോയി? തീർച്ചയായും അഹങ്കാരികളുടെ അന്ത്യം ഭയാനകമായിരിക്കും. മനസ്സുകൊണ്ടെങ്കിലും അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക. ഫലസ്തീനു വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഓർക്കുക, കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവർ തകർത്തെറിഞ്ഞ മണ്ണിലും കാരുണ്യത്തിന്റെ പേമാരി വർഷിക്കും. അതിൽ പ്രതീക്ഷയുടെ ഒലീവുകൾ ഇനിയും പൂക്കും. ഗസയും ഫലസ്തീനും ചിരിക്കുക തന്നെ ചെയ്യും.